കുറെ കുട്ടികൾ പുത്തനെടുപ്പിട്ട് പള്ളിയിലേക്ക് പോകുന്നത് നബി കണ്ടു. അപ്പോഴായിരുന്നു തൊട്ടടുത്തൊരു കുട്ടി തേങ്ങിക്കരയുന്നത് നബി കണ്ടത്. നബി കുട്ടിയോട് ചോദിച്ചു, മോനെ മോനെ മോനെന്തിനാ കരയുന്നത്? കുട്ടി പറഞ്ഞു, എനിക്ക് പുത്തനെടുപ്പില്ല, എനിക്ക് ഉപ്പയില്ല, എനിക്ക് പുത്തനെടുപ്പ് വാങ്ങിത്തരാൻ ആരുമില്ല. നബി കുട്ടീനെ കൂട്ടി വീട്ടിലേക്ക് നടന്നു. കണ്ടു നബിയുടെ പ്രിയ ഭാര്യ ഐഷ ബീവിനെ വിളിച്ചു. ഐഷ, ഇതാണ് നിനക്കുള്ള പെരുന്നാൾ സമ്മാനം. ഈ കുട്ടീനെ കുളിപ്പിച്ച് പുത്തനെടുപ്പിട്ട് അത്തരം പൂശി എന്റെ കൂടി പള്ളിയിലേക്ക് വിടും. ഐഷ അങ്ങനെ ചെയ്തു. ആ കുട്ടീനെ കുളിപ്പിച്ച് പുത്തനെടുപ്പിട്ട് അത്തരം പൂശി എന്റെ നബിയുടെ കൂടി പള്ളിയിലേക്ക് വിട്ടു. പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ കുട്ടി നബീനോട് ചോദിച്ചു, അല്ലയോ നബിയെ, എല്ലാ കുട്ടികളോടും ഉപ്പമാരുടെ കൂടിയല്ലേ പള്ളിയിലേക്ക് പോകുന്നത്? അവരെങ്ങാനും എന്റെ ഉപ്പേന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? നബി പറഞ്ഞു, ഞാൻ ആ ബിംബറിലുണ്ടാവും, ആ ബിംബറിലുള്ളത് എന്റെ ഉപ്പ എന്ന് നീ പറഞ്ഞോ. കുട്ടി സന്തോഷത്തോടെ പള്ളിയിലേക്ക് പോയി. കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടീനോട് കാണിച്ച കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളും കാണിക്കണം. അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ച് സ്വന്തം കുട്ടികളെ ലാളിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാക്കും. അതിനുവേണ്ടി അല്ലാഹു നമുക്ക് തൗഫീഖ്